വീണ്ടും നമ്മൾ ഷിരൂരിലേക്ക് പോവുകയാണ്. ജോസഫ് ഉണ്ട് അവിടെ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം, അതായത് നേരത്തെ ഡ്രഡ്ജർ ഉപയോഗിച്ച് ആ സ്റ്റിയറിംഗ് കണ്ടെത്തി എന്ന് പറയുന്ന ഭാഗത്ത് തിരച്ചിൽ നടത്തിയിരുന്നു. അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സ്റ്റിയറിംഗിന്റെ ഭാഗം അത് അർജുന്റെ ലോറിയുടേതല്ല എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, വീണ്ടും പ്രതീക്ഷ മങ്ങുകയാണോ? എങ്ങനെയാണ്? അതായത് ഈ കണ്ടെത്തിയിട്ടുള്ളതും ഈശ്വർ മാൽപേ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ വാഹനത്തിൻ്റെത് തന്നെയാണോ? ഇത് ഒരു ലോറിയുടെ ക്യാബിൻ ഭാഗമാണ്, പക്ഷേ ഇത് അർജന്റീന ക്യാബിൻ ഭാഗമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനാഫ് വ്യക്തമാക്കിയിട്ടുള്ളത്. നീല പെയിന്റ് അടിച്ച നീലയും ചുവപ്പും പെയിന്റ് അടിച്ച ഒരു ലോറിയുടെ ക്യാബിൻ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അത് ഈ അർജന്റ് ലോറിയുടേതല്ല എന്നുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വീണ്ടും നിരാശ തന്നെ സമ്മാനിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത്. ഇന്ന് രണ്ട് ഭാഗങ്ങളാണ്, അതായത് ഈ വാഹനങ്ങളുടെ രണ്ട് ഭാഗങ്ങൾ ആണ് ഇന്ന് പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. അത് പുറത്തെത്തിച്ചുള്ള പരിശോധനയിൽ അർജന്റ് ലോറി ഉണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ പുറത്തെത്തിച്ച ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു അത് അർജന്റ് ലോറിയുടെ ഭാഗങ്ങളല്ല എന്ന് ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഇത് ടാങ്കറിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തെത്തിക്കുന്ന ഈ വിഷ്വലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ചെറിയ സ്റ്റിയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഏതെങ്കിലും വാഹനം ആണോ എന്ന് കണക്കുകൂട്ടാൻ സാധിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ മിസ്സിംഗ് കേസുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏത് വാഹനത്തിൻ്റെതാണ് എന്ന് ഉറപ്പിക്കാൻ ഇതുവരെ സാധിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയായും ഇത് ഭാഗമല്ല എന്ന് തന്നെയാണ് ചെയ്യാൻ കഴിയുന്നത്. അതായത് ജോസഫ്, നേരത്തെ ടയർ കിട്ടി എന്ന് പറയുന്ന ആ ടാങ്കറിന്റെ തന്നെയാണോ ഈ ക്യാബിനും? അതിപ്പോൾ ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാൻ ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് അർജന്റ് ലോറിയുടെ ഭാഗമല്ല. മറ്റ് മിസ്സിംഗ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത. ശരി ജോസഫ്, ഇനിയിപ്പോ എങ്ങനെയായിരിക്കും അടുത്തൊരു നീക്കം വരാൻ പോകുന്നത്? കാരണം ഒരു സൂചന കിട്ടിയ രണ്ട് ഭാഗവും നിലവിൽ പരിശോധിച്ചു കഴിഞ്ഞു. അവിടെ രണ്ടിടത്തും അർജന്റ് ലോറി ഇല്ല എന്നൊരു സ്ഥിരീകരണം വരുന്നു. ഇനി അടുത്തൊരു നീക്കം എങ്ങനെയാണ്? ഈ അടുത്ത ഘട്ടത്തിൽ ഈ ലോറിയുടെ ശക്തമായ മറ്റൊരു ഭാഗമുണ്ട്. അതായത് ഈ കയർക്കാണ്ട് ഇവിടെ സ്വീകരിച്ച് പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത് ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളേക്കോ നീട്ടി വെക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദൗത്യം ഇതോടുകൂടി അവസാനിപ്പിക്കാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈശ്വർ മാൽപേ നടത്തിയ പരിശോധനയിലാണ് രണ്ട് ഭാഗങ്ങൾ, അതായത് വാഹനത്തിന്റെ ഭാഗങ്ങൾ എടുത്ത് പരിശോധിച്ചതിൽ നിന്ന് അർജന്റ് ഭാഗമല്ല എന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. ഇനി ഉള്ള നടപടി എന്ന് പറയുന്നത് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് ഈ നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത് വഴി അർജുൻ ഉണ്ടായിരുന്ന ലോറി അടക്കമുള്ള ഭാഗങ്ങൾ കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിനുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു നടപടികളും പുരോഗമിക്കുകയാണ്. ഇന്നത്തെ ദൗത്യം ഏകദേശം അവസാനിപ്പിക്കുന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദൗത്യം താമസിയാതെ തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. വരും ദിവസങ്ങളിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തണം എന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇന്ന് പ്രധാനമായും മുങ്ങി പരിശോധന നടത്തിയത് ലക്ഷ്മണൻ നായിക്കിന്റെ കടയുണ്ടായിരുന്ന ഭാഗത്തായിരുന്നു. ഈ ഭാഗത്തു നിന്ന് നേരത്തെ 7ഓളം മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ ഈ തിരച്ചിൽ നടത്താൻ ഈ ദൗത്യ സംഘം തീരുമാനിച്ചത്. കാരണം ഈ ചായ കുടിക്കാൻ വന്നിരുന്നവർ കൂടുതലായി ഈ ഹോട്ടലിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു അനുമാനത്തിന്റെ പുറത്താണ് ഇത്തരത്തിൽ ലക്ഷ്മണൻ നായിക്കിന്റെ കടയുണ്ടായിരുന്ന ഭാഗം കേന്ദ്രീകരിച്ച് ഇന്ന് കൂടുതൽ പരിശോധനകൾ നടത്തിയത്. പക്ഷേ ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി എന്നതൊഴിച്ചാൽ മറ്റു കാര്യമായ പുരോഗതികളൊന്നും ഇന്നത്തെ തെരച്ചിലുണ്ടായില്ല. ഉച്ചയ്ക്ക് 12 മണിയോടെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന നിർത്തിയിരുന്നു. പുഴയിൽ കലക്കൽ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയും ഈശ്വർ മാൽപ്പയ്ക്ക് സുഗമമായി വെള്ളത്തിൽ ഇറങ്ങി പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള
പരിശോധന, മണ്ണ് നീക്കിയുള്ള പരിശോധന നിർത്തിവെച്ചത്. പിന്നീട് ഈ ഡ്രഡ്ജറിലെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ജോസഫെ, ഈസ്റ്റർ മാൽപ്പയെ നമുക്കറിയാം ഈ അർജുന്റെ സഹോദരി അടക്കം ഇപ്പോൾ ഷിരൂരിലുണ്ട്. കാരണം ഏതവസ്ഥയാണെങ്കിലും തങ്ങൾക്ക് അർജുനെ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ അതിനുള്ള സൂചനകൾ ലഭിച്ചാൽ മതി എന്നൊരു നിലപാടിൽ തന്നെയാണ് ഈ കുടുംബം ഇപ്പോഴും ഉള്ളത്. അതിനുവേണ്ടി തന്നെയാണ് ഈശ്വർ മാൽപ്പെ അടക്കമുള്ള ദൗത്യ സംഘത്തിലെ ആളുകളൊക്കെ തന്നെ അവിടെ തമ്പടിച്ച് നിൽക്കുന്നത്. അപ്പോഴും ഒരു പ്രതീക്ഷ മങ്ങുന്ന ഒരു രീതിയിലേക്ക് ഇന്നത്തെ തെരച്ചിൽ അവസാനിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് ജോസഫെ, നമുക്കറിയാം ഈ 3 ദിവസത്തെ കരാറായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഭദ്ര, ഈ ദൗത്യം തുടർന്നുകൊണ്ട് പോകും എന്ന് തന്നെയാണ് നമ്മൾ ആണെങ്കിൽ കൂടിയും ഈ ദൗത്യം നിർത്തില്ല എന്ന് ഇന്നലെ കാർവാർ MLA അടക്കം തന്നെ വ്യക്തമാക്കി. ആവശ്യമെങ്കിൽ 10 ദിവസം വരെ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകും. പിന്നീട് ഇത് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അനുസരിച്ച് ഇതിന്റെ ഭാവി പരിപാടികൾ നിർണ്ണയിക്കുമെന്ന രീതിയിലായിരുന്നു കാർവാർ MLA സതീഷ് ജയിൽ അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 3 ദിവസത്തെ കർമ്മ പദ്ധതികൾ അല്ല, ആവശ്യമെങ്കിൽ ഇത് 10 ദിവസം വരെയും നീട്ടാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ തെരച്ചിലിൽ ലോറിയുടെ കരുതുന്ന ലോറിയുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തെത്തിച്ചിട്ടുള്ളത്. അത് അർജുന്റെ ലോറിയുടെ ഭാഗമല്ല എന്നൊരു സുപ്രധാന വിവരമാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. വരും ദിവസങ്ങളിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു കൃത്യമായ ചിത്രം ഇതുവരെയും ലഭിച്ചിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. 3 ദിവസത്തെ ദൗത്യത്തിനാണ് പ്രാഥമികമായും ഇപ്പോൾ പരിഗണന നൽകുന്നതെങ്കിലും 10 ദിവസം വരെ ഇത്തരത്തിൽ ദൗത്യവുമായി മുന്നോട്ട് പോകാനാണ് ഈ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ആവശ്യമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കൂടിയാലോചനകൾക്ക് ശേഷം ഈ കാണാതായവരെ കണ്ടെത്തുന്നത് വരെ ദൗത്യം തുടർന്നുകൊണ്ട് പോകാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗം ഇന്ന് കാർവാറിൽ ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ കർമ്മ പദ്ധതികളെ കുറിച്ച് കൃത്യമായ ഒരു വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും ഇന്നത്തെ ഡ്രഡ്ജിംഗ് അടക്കമുള്ള പ്രവൃത്തികൾ ഏകദേശം അവസാനിക്കാറായി എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. നാളെ രാവിലെ 8 മണി മുതൽ ഈ ദൗത്യം വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നത്തെ തെരച്ചിലിൽ കാര്യമായ ഫലമുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായ കാര്യം. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനുശേഷം ഈ ഐബോർഡ്, അതായത് ഇന്ദ്രപാൽ അടയാളപ്പെടുത്തിയ CP4ലും പരിശോധന നടത്തും. ഇന്ന് ഉച്ചയ്ക്ക് 11:30 മുതൽ 12:15 വരെയുള്ള സമയത്ത് ഈ CP4 കേന്ദ്രീകരിച്ചായിരുന്നു ഈ പരിശോധന നടത്തിയത്. ഈ പരിശോധന നടത്തുന്ന സമയത്താണ് ഈ യന്ത്രഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് ഈശ്വർ മാൽപ്പെ അറിയിച്ചത്. അതിനുശേഷം ഈ തെരച്ചിൽ നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നാളത്തെ ദൗത്യം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഈ CP4 കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന നടത്തുക. അതിന് അടയാളപ്പെടുത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഭദ്ര. ശരി ജോസഫ്, എന്തായാലും ഷിരൂരിൽ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. നേരത്തെ ഈശ്വർ മാൽപ്പെ പറഞ്ഞിട്ടുള്ള 2ഇടത്തും പരിശോധന നടത്തി. പക്ഷെ 2ഇടത്തു നിന്നും കിട്ടിയിട്ടുള്ള ടയറുകളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ക്യാബിന്റെ ഭാഗമാണെങ്കിലും അത് അർജുൻ്റേതല്ല എന്നുള്ളൊരു സ്ഥിരീകരണം ഉണ്ടാകുകയാണ്. അതിനോട് ബന്ധപ്പെടുത്തിയാണ് ഇന്നത്തെ തെരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. ഇനി നാളെ രാവിലെ തന്നെ തെരച്ചിൽ തുടരുമെന്ന് ഈശ്വർ മാൽപ്പെ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇനി നാവികസേന പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിലായിരിക്കും നാളത്തെ തെരച്ചിൽ ഉണ്ടാവുക. നേരത്തെ 3 ദിവസത്തെ കരാറായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അതിപ്പോൾ മാറിയിരിക്കുന്നു. ഇനി 10 ദിവസം എടുത്തായാലും ശരി കണ്ടെത്തും എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു കാര്യമാണ് കാർവാർ MLA അല്പസമയം മുമ്പ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ജോസഫാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.